ആദിനാഥനായിടുന്ന ഈശ്വരന്റെ സ്വയം പ്രഭ, ആത്മാവിന്റെ സ്വയം പ്രഭയായി നമ്മിൽ ഭവിക്കുമ്പോൾ തമ്മിൽ തമ്മിൽ കാണുവാനും തമ്മിൽ സ്നേഹിപ്പാനും ആത്മബന്ധം പുലർത്തുവാനും അതുമാത്രം മതിയല്ലോ. ആദിനാഥനായിടുന്ന ഈശ്വരന്റെ സ്വയം പ്രഭ, ആത്മാവിന്റെ സ്വയം പ്രഭയായി നമ്മിൽ ഭവിക്കുമ്പോൾ
ഈ മകൽകർമ്മത്തിന് നിർദ്ദേശിച്ച എല്ലാ ഭക്തജനങ്ങളും അതിന് തയ്യാറായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി സുനി പാറയിൽ സമർപ്പിക്കുന്ന ഒരു പാട്ട എണ്ണ ഭഗവത്പാദത്തിൽ സമർപ്പിക്കുന്നു. എണ്ണയും സാമ്പ്രാണിയും പൂജാദ്രവ്യങ്ങളും. അതുപോലെ കൊടിയേറ്റ് മകൾ കർമ്മത്തോടനുബന്ധിച്ച് മുക്കട ശ്രീ ശോഭാനന്ദാശ്രമ മഹിളാ സമാജം സമർപ്പിച്ച പായസം കൊടിമരച്ചൂട്ടിൽ സമർപ്പിച്ചിരിക്കുന്നു. ചൂടച്ചേരി ഭവനത്തിലെ ആരൂർ 5001 രൂപ ദക്ഷിണ സമർപ്പിക്കുന്നു. കൽക്കിയായുധം ധരിച്ച് കതിരവനെ കൽക്കിയായുധം കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ അർപ്പിക്കുന്നത് ഈ വാർഡിന്റെ പ്രിയപ്പെട്ട വാർഡ് മെമ്പറും വാർഡ് മെമ്പറായ ശ്രീമതി പൂജ ബാബു അവർ 501 രൂപ കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നു. കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നത് തലച്ചിറ ഭവനത്തിലെ പുഷ്പാമ്മ 501 രൂപ ദക്ഷിണ സമർപ്പിക്കുന്നു. കൊടിമരച്ചൂട്ടിൽ രാജമ്മ ഉണ്ടാക്കമൂലി 501 രൂപ ദക്ഷിണ സമർപ്പിക്കുന്നു. കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നത് ഉച്ചക്കുഴിയിൽ രാജമ്മ 1501 രൂപ ദക്ഷിണ സമർപ്പിക്കുന്നു. കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നത് അഞ്ചുമ്പോൾ മൊത്തയിടത്തിന് വേണ്ടി കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നത് സജി വട്ടകത്തറയിൽ 501 രൂപ സമർപ്പിക്കുന്നു. അടുത്തത് കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നത് വത്സമ്മ ചക്കാലപ്പറമ്പിൽ 501 രൂപ ദക്ഷിണ സമർപ്പിക്കുന്നു. ദക്ഷിണ സമർപ്പിക്കാനുള്ളവരെ ഇങ്ങോട്ട് കടന്നു വരണം എന്നറിയിക്കുന്നു. വത്സമ്മ ചക്കാലപ്പറമ്പിൽ ദക്ഷിണയോടൊപ്പം എണ്ണ തിരി എന്ന ഈ പൂജാദ്രവ്യങ്ങൾ കൂടെ കൊടിമരച്ചൂട്ടിൽ സമർപ്പിക്കുന്നു. ഇഞ്ചക്കുഴി സതീഷ് കൊടിമരച്ചൂട്ടിൽ 501 രൂപ ദക്ഷിണ സമർപ്പിക്കുന്നു. ജോമോൻ പുത്തേടത്ത് ചുങ്കപ്പാറ കൊടിമരച്ചൂട്ടിൽ 501 രൂപ ദക്ഷിണ സമർപ്പിക്കുന്നു. 1001 രൂപ കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നു. കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നത് രാജമ്മ കോഴിക്കോട് 501 രൂപ ദക്ഷിണ സമർപ്പിക്കുന്നു. കൊടിമരച്ചൂട്ടിൽ അംബിക കുരിമ്പ്ലാക്കൽ 501 രൂപ ദക്ഷിണ സമർപ്പിക്കുന്നു. തപസിരുന്ന ഗുരുവേ ഏഴകളാകുമി ഞങ്ങൾക്കെന്നും രക്ഷകനായി നീ വന്നു. കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ അർപ്പിക്കുന്നത് ശ്രാവൺ കൃഷ്ണ എന്നിവർക്ക് വേണ്ടി 2001 രൂപ കൊടിമരച്ചൂട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നു. ഏലക്കാട്ട് ഭവനത്തിലെ ശാന്തമ്മ ഏലക്കാട്ട് അവർക്ക് വേണ്ടി ദക്ഷിണ സമർപ്പിക്കുന്നു. ഇവിടെ ദക്ഷിണ സമർപ്പിച്ചവർ എല്ലാവരും സംഘടനയുടെ പക്കൽ ലിസ്റ്റൊന്നും കൊടുക്കേണ്ടതാണ് പേര് കൊടുക്കേണ്ടതെന്ന് അറിയിക്കും. പൂജാദ്രവ്യമായ ഒരുപാട് എണ്ണയും
ഭഗവാനേ അകതളിരിൽ അനുദിനമെഴുന്നള്ളി വാഴേണമേ തിരുനടനത്തിൻ കുളിർമഴയിൽ മുഴുകാൻ മനസ്സിൻ തുടിമേളം കൊടുമരത്തോട്ടിൽ ദക്ഷിണ സമർപ്പിക്കുന്നത് സുജ പഴയ പത്തിൽ പഴയിടം 500 രൂപ ദക്ഷിണ സമർപ്പിക്കും. സരോജിനി കോഴിക്കോട് കൊടിമരത്തോട്ടിൽ ഒരുപാട് കഭയമായി അവതാരമേ ഞങ്ങൾ ധന്യരായി അറിവോതി അടിയങ്ങൾ കഭയമായി അവതാരമേ ഞങ്ങൾ ധന്യരായി തിരുവുള്ളം കനിഞ്ഞിന്നും ഒഴുകുന്നൊരമൃതാകും ശരണമന്ത്രങ്ങളിൽ പരമാനന്ദം തിരുവുള്ളം കനിഞ്ഞിന്നും ഒഴുകുന്നൊരമൃതാകും ശരണമന്ത്രങ്ങളിൽ പരമാനന്ദം ഭഗവാനേ ഭഗതളിരിൽ അനുദിനമെഴുന്നള്ളി വാഴേണമേ കുളിർമഴയിൽ മുഴുകാൻ മനസ്സിൻ തുടിമേളം പ്രവീണ 28 വയസ്സായി. അതോട് അനുബന്ധിച്ചുള്ള 1001 രൂപ കൊടുമരത്തോട്ടിൽ ദക്ഷിണ സമർപ്പിക്കും. ശാന്തമ്മ വേങ്ങഴി 501 രൂപ ദക്ഷിണ സമർപ്പിക്കും. പഴയ പറമ്പിൽ കൊടുമരത്തോട്ടിൽ 501 രൂപ ദക്ഷിണ സമർപ്പിച്ചിരിക്കും. അഴലോടെ അലയുന്നു ഗതികളിൽ ആലംബമാകും നിൻ വചനങ്ങളിൽ അഴലോടെ അലയുന്നു രഗതികളിൽ ആലംബമാകും നിൻ വചനങ്ങളിൽ ഇരവിനും പകലിനും സുഹൃതമായി മാറും ഇഹലോക ജന്മത്തിൻ സാരസ്വമേ ഇരവിനും പകലിനും സുഹൃതമായി മാറും ഇഹലോക ജന്മത്തിൻ സാരസ്വമേ ഭഗവാനേ അനുദിനമെഴുന്നള്ളി വാഴേണമേ ആചാര്യൻ KC രാധാകൃഷ്ണൻ ചതുർവർണ്ണക്കുളി വാനിൽ ഉയർത്തി വാർഷിക മഹോത്സവം ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ശാഖയിലെ ഭക്തജനങ്ങൾ കൊടുമരത്തോട്ടിൽ സമർപ്പിക്കുന്ന ദക്ഷിണ കാണിക്ക വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തയ്യാറായി വന്ന എല്ലാവരും കൊടുമരത്തോട്ടിൽ ദക്ഷിണ കാണിക്ക വഴിപാടുകൾ സമർപ്പിച്ചതിന് ശേഷം ആശ്രമത്തിൽ കയറി നിൽക്കുകയും കൂടാതെ കൊടിമരച്ചവിട്ടിൽ പ്രാർത്ഥന സമർപ്പിച്ചതിന് ശേഷം എല്ലാവരും ആശ്രമാങ്കണത്തിൽ കയറിയിരുന്ന് കീർത്തനം ആലപിച്ച് പ്രാർത്ഥന സമർപ്പിക്കേണ്ടതുമാണെന്നും കൂടി അറിയിക്കുന്നു. ശോഭനമായി ഭൂതലത്തിൽ എന്നും ദേവാം ദൈവമേശ ആനന്ദമേ
പ്രശോഭിക്കും പൂനേലാവേ കാത്തു കൊള്ളുക. സർവലോകത്തിനുടമസ്ഥനും അടിയങ്ങളുടെ രക്ഷകൻ നിത്യാനന്ദനും ആത്മലോകത്തിനുടമസ്ഥനുമാകുന്ന അടിയങ്ങളുടെ ദൈവമേ, അങ്ങ് ശുഭാനന്ദ തിരുനാമമായി കലിയുഗത്തിൽ അവതരിച്ചുകൊണ്ട് മനുഷ്യജന്മങ്ങളിലേക്ക് ഇലവും കൊണ്ട് ബന്ധിക്കാവുന്ന അജ്ഞതകളെ എന്റെ സമ്പൂർണ്ണമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആത്മബോധം എന്ന സ്വയം പ്രകാശം കൊണ്ട് രൂപാന്തരപ്പെടുത്തി മനുഷ്യ ആത്മാക്കളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകാരം കടന്നുപോയവർക്കും നിൽക്കുന്നവർക്കും ഇനി ജന്മമെടുക്കാൻ ഇരിക്കുന്നവർക്കും ഒന്നുപോലെ തന്നെ മോക്ഷത്തിന്റെ വഴിയെ നിലനിർത്തിയ വലുതമ്പുരാനെ, ഈ മുക്കട 45 നമ്പർ ശാഖയെ തന്റെ തൃക്കരങ്ങളിലേക്ക് നിങ്ങൾ വരവേൽപ്പിക്കുകയാണ്. 51ാമത് വാർഷിക മഹോത്സവത്തിൽ കൂടി അനുഗ്രഹം പ്രാപിച്ച സന്താന പരമ്പരകൾ 52ാമത് വാർഷിക മഹോത്സവത്തിലും തുടക്കം കുറിച്ചുകൊണ്ട് അങ്ങയുടെ വിധിപ്രകാരം, അങ്ങയുടെ ശബ്ദ ആ വിധിപ്രകാരം അങ്ങയുടെ ആദർശക്കൊടിയെ തന്റെ തിരുശരീരമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായ ആ ധ്വജത്തിന്മേൽ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് തന്നെ അടിയങ്ങളേവരെയും ഒന്നായി നിലനിർത്തിക്കൊണ്ട് കൃത്യസമയത്ത് തന്നെ ആകാശവീതിയിലേക്ക് ഉയർത്തിയ പുനതമ്പുരാനെ, അടിയങ്ങളേവരും കൊടിക്കീഴിലാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ, അടിയങ്ങളേവരും അങ്ങ് കൊടിക്കീഴിലാകുന്നു. 4 വ്യവസ്ഥയെ അറിയിച്ച ദൈവമേ, അതേ പ്രകാരം ധ്വജമെന്നാൽ തന്റെ തിരുശരീരമാണെന്ന് അറിയിച്ചപ്പോൾ അത് നിങ്ങൾ തന്നെയാണെന്ന് അറിയിച്ച ദൈവമേ, നിന്റെ ഹൃദയത്തിലാകുന്നു ഈ നന്മക 4 വർണ്ണക്കൊടി പാറിപ്പറക്കുന്നത് നിന്റെ ഹൃദയത്തിലാണെന്ന് അറിയിച്ച ദൈവമേ, നിന്റെ ഹൃദയം ഇന്നും ഈ 52ാമത് വാർഷിക മഹോത്സവത്തിൽ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നു തന്നതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ വാസം ചെയ്യുന്നു. അടുത്ത വർഷം വരെ ഇത് നിങ്ങൾ അനുഗ്രഹമാണ് എന്ന് ഭഗവാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്രകാരം ദൈവമേ, ചെറുതും വലുതുമായി അടിയങ്ങളിലേക്ക് കടന്നു വന്ന കുറവുകളെ പരിഹരിക്കുന്നതിന് വേണ്ടി കുറവില്ലാത്ത തമ്പുരാൻ കലിയുഗത്തിൽ കടന്നു വന്നുവെങ്കിൽ അടിയങ്ങളുടെ കുറവിനെ പരിഹരിച്ച ദൈവമേ, 53ാമത് ഉത്സവത്തിലേക്ക് അടിയങ്ങളെ നിലനിർത്തി തന്നതിന് വേണ്ടി ഓടാനുകൂടി അടിയങ്ങൾ കൂട്ടമായി അങ്ങയെ സ്തുതിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിരിക്കുന്ന ദോഷങ്ങളെ അങ്ങ് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അവരിലേക്ക് കടന്നു വരാവുന്ന രോഗദുഃഖങ്ങളെ താൻ രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുത്തതിന് വേണ്ടി സ്തുതിക്കുന്നു. ഇപ്രകാരം ഫലവും ധാന്യത്തെയും അങ്ങ് പ്രദാനം ചെയ്തുകൊണ്ടോ തന്റെ പാദത്തെങ്കിൽ അർപ്പിച്ചിരിക്കുന്നതായ നേർച്ച വഴിപാട് ദക്ഷിണകളും പുഷ്പാർച്ചനകളും അപ്രകാരണതിരി സാമ്പ്രാണിയൊക്കെയും അത് നേർച്ചയാണെന്ന് അറിയിച്ചപ്പോൾ അത് നിന്നെയാണ് എന്നിലേക്ക് തന്നതെന്ന് ഞാൻ കരുതട്ടെ ദൈവമേ. അപ്രകാരം എന്നിലേക്ക് നീ പ്രകാശിച്ചിരിക്കുന്നു, ഞാൻ നിന്നിലും പ്രകാശിച്ചിരിക്കുകയാണ്. ഈ ഉത്സവം നിങ്ങൾക്ക് ആനന്ദവും സന്തോഷകരമായി ഇരിക്കുവാൻ തൊക്കെ വേണം. ഞാൻ നിങ്ങളിലേക്ക് കുടികൊള്ളുകയാണ് കുഞ്ഞുങ്ങളെ. അപ്രകാരം എല്ലാ ദോഷങ്ങളെ ഒഴിച്ചു തന്നിരിക്കുന്നു. ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഓരോ ആവശ്യങ്ങൾ അടിയങ്ങൾക്കുണ്ടേ എന്ന് കണ്ടറിയുന്ന ദൈവമേ, ആ ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് തന്റെ പാദത്തിലേക്ക് അടിയങ്ങൾ നേർച്ച വയ്ക്കുമ്പോൾ അടിയങ്ങളെ തന്നെയാണ് ദൈവമേ സമർപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ചിരിക്കുന്നു. വാർദ്ധക്യമായി കഴിയുന്ന മാതാപിതാക്കളുടെ ലോകദുഃഖങ്ങൾക്ക് ശരീരസുഖത്തെ പ്രദാനം ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്നും പരീക്ഷയിലേക്ക് പോയിരിക്കുന്നു. അവിടേക്ക് എഴുന്നള്ളി നിന്നുകൊണ്ട് കുഞ്ഞുങ്ങളുടെ മേൽ അനുഗ്രഹത്തെ കൊടുക്കട്ടെ എന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം അടിപൊളി വേലയില്ലാതെയും ധനമില്ലാതെയൊക്കെ കഴിയുന്ന ഓരോ മക്കളും തന്റെ പാദത്തിൽ കടന്നു വരുന്നു. അതെല്ലാം നീ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഉന്നതമായിരിക്കുന്ന വ്യവസ്ഥ പ്രദാനം ചെയ്ത് കൊടുക്കണമെന്ന് കഴിഞ്ഞ നാളുകൾ മുതൽ തന്റെ പാദത്തിൽ പല പ്രകാരമുള്ള കർമ്മങ്ങളിൽ ബന്ധിച്ചിരിക്കുന്ന തന്റെ പൊന്നോമന മക്കൾ കുഞ്ഞേ, ഞാൻ നിന്നിലേക്ക് ഉൾക്കൊള്ളുകയാണ്. ഞാൻ എന്റെ വിദ്യാഭ്യാസം നിന്റെ ജോലിയിലൊക്കെ ഞാൻ ഉണ്ട് എന്ന് ഭഗവാൻ അറിയിച്ചിരിക്കുന്നു. അപ്രകാരേവരെങ്കിലേക്ക് പരമേൽപ്പിക്കുകയാണ്. ഏതെങ്കിലും കുറവുണ്ടെ കുറവിനെ പരിഹരിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഇവിടെ എണ്ണത്തിനെയും സാമ്പ്രാണിയും അങ്ങനെ പല
പേരിച്ചുകൊണ്ട് 501 രൂപയും 1001 രൂപയായും തന്റെ പാദത്ത് 101 രൂപയായിട്ടും അങ്ങനെ ദക്ഷിണ അർപ്പിച്ചിരിക്കുന്ന ഓരോ മക്കളും കൂടെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മുന്നതമ്പുരാനെ ഇതാ അവരിൽ വസിച്ചിരിക്കുകയാണ്. അവരുടെ ആ യാതനയെ സ്വീകരിച്ചിരിക്കുന്നു. ആ പ്രകാരം നടക്കുന്ന 3 ദിവസത്തെ മഹോത്സവങ്ങളിൽ കരുതലും കരുതയിപ്പോഴും ഉണ്ടാകണം. ദൈവമേ, ഏതെങ്കിലും ഈ വർഷത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോയിരിക്കുന്ന പ്രാണങ്ങൾ ചെറുക്കുറവുകൾ അതിനെല്ലാം ഇന്നത്തെ ഈ ഉത്സവത്തിൽ കൂടി ഗുരുദേവൻ പരിഹരിച്ച് തന്നിരിക്കുകയാണ്. ഇനി വിശേഷിക്കുന്ന കാലങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഗുരുദേവൻ ഇവിടെ ഉണ്ടെങ്കിൽ പരിപൂർണമായി കരുതുന്നു. ഇതാ ആകാശവീതിയിൽ നിലകൊള്ളുന്ന ആ തമ്പുരാനെ അടിയങ്ങളുടെ ഹൃദയത്തിൽ പ്രകാരം അങ്ങ് വസിച്ചുവല്ലോ. അടിയങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് പാറിപ്പറക്കുന്നു. അടിയങ്ങളുടെ ഹൃദയത്തിൽ ഇത് അങ്ങ് പ്രശോഭിക്കുന്നു. ഈ 52ാമത് വാർഷിക മഹോത്സവത്തിൽ അടിയങ്ങൾ ഇത് ആനന്ദിക്കുന്നു, സന്തോഷിക്കുന്നു. ശിഭാനന്ദ തിരുവടികളും നൂതഗണങ്ങളും അടിയങ്ങളിലേക്ക് കരുണ ചൊരിഞ്ഞിരിക്കുന്ന പരിപൂർണമായി തന്നെ കരുതിക്കൊണ്ട് ഇതിനുവേണ്ടി കടന്നു വന്ന പ്രത്യേകിച്ച് മേളം ചെയ്യുന്ന മക്കളെ ഇതിലേക്ക് പരമേൽപ്പിക്കുന്നു. അതുപോലെ തന്നെ പല ഉച്ചഭാഷണയ്ക്കും കരുതലായി നിൽക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോ കർമ്മത്തിൽ നിൽക്കുന്നതായ ഭക്ഷണത്തിലും പ്രത്യേകിച്ച് മക്കളായ സമാജത്തിന്റെ വഴിയായി തന്റെ പാദത്തിൽ അർപ്പിച്ചിരിക്കുന്ന ആ ദേവപൂജയാകുന്ന ആ പായസ നേർച്ച ദൈവമേ നിഷ്കളങ്കമാകുന്നതിന് വഴിയെ കാണിക്കുന്ന വ്യവസ്ഥയാണല്ലോ ഭഗവാൻ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു മനസ്സോടുകൂടി നിലനിന്ന് നമ്മുടെ സമാജത്തിൽ ആ സെക്രട്ടറി പ്രസിഡന്റ് എല്ലാം ഏകോപിച്ചുകൊണ്ട് ആ ദേവപൂജയിലേക്ക് നിലകൊള്ളുമ്പോൾ ദേവന്മാർ അവരിൽ തന്നെ കുടികൊള്ളുന്ന നിലയിൽ കാണട്ടെ. അവരുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. അതുപോലെ ബാലസംഘ കുഞ്ഞുങ്ങൾ അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യമേ മാതാപിതാക്കളെ ഇങ്ങനെയൊക്കെ പരമേൽപ്പിക്കുന്നു. ഈ സഭയിലെ പ്രത്യേകിച്ച് കമ്മിറ്റി അംഗങ്ങൾ അവർക്ക് ദിവസങ്ങളായിട്ട് അധ്വാനത്തിൻ്റെ പ്രകാരമുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ്. പ്രത്യേകിച്ച് സെക്രട്ടറി സംഘത്തിന് വേണ്ടി അതേ പ്രകാരമുണ്ട്. അത് ഉത്സവം കണ്ണീരായിരുന്നില്ല സുധാർ സഹോദരൻ്റെ അതുപോലെ തന്നെ ഇവിടെ നേർച്ച വഴിപാട് വെച്ചിരിക്കുന്ന എല്ലാവരും സമയം നിർമ്മിക്കുമ്പോൾ ഭരണസമിതി വേണ്ടി എനിക്ക് വേണ്ടിയും സാറിന് വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അടിയുള്ള പൂജാരിയെ വീണ്ടും തൻ്റെ കരണങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണസമിതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശാഖയുടെ കുടുംബാംഗങ്ങളായി നിലകൊള്ളുന്ന കർമ്മവാഹനമായി നിലകൊള്ളുന്ന അദ്ദേഹം സഹപ്രവർത്തകരായി ബഹുമാനപ്പെട്ട കർമ്മയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ നിന്നാകുന്നു 3 ദിവസത്തെ നിത്യപൂജയുടെ വ്യവസ്ഥ എന്നറിയുക തീർച്ചയായിട്ടും നിൽക്കുകയാണ്. അതേ പ്രകാരം തന്നെ കർമ്മി അഭിയർഹിക്ക് വേണ്ടിയും അതുപോലെ പ്രാർത്ഥിക്കുകയാണ്. ഭവനത്തേക്ക് പരമേൽപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്ന് എല്ലാവർക്കും വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവ് സംഭവിച്ചെങ്കിൽ അത് ശേഷിക്കുന്ന ആരാധനകളിലും പ്രാർത്ഥനകളിലും കൂടി അത് ഗുരുദേവൻ പരിപൂർണമാക്കി തരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന സമയത്ത് തന്നെ ഭഗവാനെ തന്നെ ആദർശക്കൂടി തന്റെ കരങ്ങൾ കൊണ്ടുള്ള ഉയർത്തി നടിയങ്ങളെ സന്തോഷിപ്പിച്ചതിന് വേണ്ടി വീണ്ടും എല്ലാവരും ഗുരുവിനെ ഒരിക്കൽ കൂടി ആസ്വദിക്കുന്നതോടൊപ്പം ഭരണസമിതികളെല്ലാം പ്രത്യേകമായി ചിന്തിച്ചുകൊണ്ടും ദാസിലേക്ക് പരമേൽപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളുമായിട്ടുള്ള സ്നേഹത്തെ ഭഗവാനെ അതങ്ങയുടെ കരുതലാകും. ദാസിനെ തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് ഏകോപിച്ചുകൊണ്ട് ആ തന്നെ നിഷ്കളങ്കമായിരിക്കുന്ന കർമ്മത്തിൽ ബന്ധിക്കുവാനും പ്രകാരം തന്നെ അവരുമായി ബന്ധിച്ച് സന്തോഷത്തിലെത്തുവാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളുടെ ഇപ്രകാരം ഗുരുവിൻ്റെ അനുഗ്രഹവും ഗുരുവിൻ്റെ വചനങ്ങളും ഗുരുവിൻ്റെ ശബ്ദങ്ങളും സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു അനുഗ്രഹമാണ് എളിയ ദാസനും ചിന്തിച്ചുകൊണ്ട് എല്ലാവരെയും വീണ്ടും പരമേൽപ്പിച്ചുകൊണ്ട് ജന്മഭൂമി പുണ്യതപോമതി മഹാസമാജ സന്നിധാനവും അവിടെ നടക്കുന്ന മഹൽക്കർമ്മങ്ങളെ പ്രത്യേകം ചിന്തിക്കുമ്പോൾ പൂജാമുറിയും ജടാദീപവും അതേ പ്രകാരം തന്നെ കർമ്മകർത്താപാദങ്ങളും തൃപ്പാദങ്ങളും സന്യാസ പരമ്പരകളെയും ചക്കന്തിരുമേനിയും അന്നമിച്ചപാടും ദേവാദി ദേവന്മാരും ദൂതഗണങ്ങളും ഇടന്നുള്ളതോടൊപ്പം ഈ മുക്കട പ്രദേശത്തിന് ലോക സമാധാനത്തിന്റെ വ്യവസ്ഥയിലേക്ക് ചിന്തിച്ച് ഈ മുക്കട പ്രദേശത്തുള്ള എല്ലാ കുടുംബങ്ങളിലും എല്ലാ ഭവനങ്ങളിലും ഈ അനുഗ്രഹവും ഈ പ്രകാശം നിലനിന്ന് അതവർക്ക് അനുഗ്രഹമായി നിലനിൽക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് സർവവും നോമനപാദത്വങ്ങൾ ഭക്തിയോടെ സമർപ്പിച്ച് ക്ഷമയോടെ കേട്ട് അടിയങ്ങളെ ഒന്നുപോലെ അനുഗ്രഹിക്കുന്നു.
കായാമ്പൂവർണ്ണനായ കണ്ണനായും കലിയുഗത്തിലെ ഖഡ്ഗിയായും മനുഷ്യകുലത്തിന് നീ രക്ഷകനായി. നീ എന്നും എൻ്റെ മനസ്സിൽ വാഴുക. പിന്നെ ഈ ജീവിതം എന്നും ആനന്ദകരം തന്നെ. കണ്ണായന്റെ കായാമ്പുമേനിയെ കണ്ടാൽ മതി എനിക്ക്, കണ്ടാൽ മതി എനിക്ക്. ജ്ഞാനക്കണ്ണായന്റെ കായാമ്പുമേനിയെ കണ്ടാൽ മതി എനിക്ക്, കണ്ടാൽ മതി എനിക്ക്.